ഗൈസ് വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പ്രാഗിലുള്ളത്. ഇവിടെ ഒരു മലയാളി കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു വിസിരെത്ത പിന്നെ പോലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ പോലെ ചെറിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് വർക്ക് വിഷയിൽ നിന്നിട്ട് എന്തൊക്കെയാണെന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് പ്രാഗിലെ കുറച്ച് മലയാളികളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരോട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിച്ചിട്ടാ. നിങ്ങളുടെ പേരെന്താണ് പറയും? എൻ്റെ പേര് തംജീദ്. എൻ്റെ പേര് സൈനുല്ലാബ്. അർഷദ്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ഇവിടെ കുറെ ആൾക്കാർ വർക്ക് ചെയ്യുന്നവരുണ്ട്, ചില ആൾക്കാർ റിസർച്ച് ചെയ്യുന്ന ആളുണ്ട്. നമുക്ക് ഓരോരുത്തരും എന്താ ജോബ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കാം. എന്താണ് നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ അൺസ്കിൽഡ് വർക്കിലാണ്, മീറ്റ് പ്രൊഡക്ഷൻ കമ്പനിയിലാണ്. മീറ്റ് പ്രൊഡക്ഷൻ കമ്പനിയിലാണ്. ജെൻക ഏതിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ IT സൈബർ സെക്യൂരിറ്റി ആ ഒരു IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, റാഷിക? ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ്, ഈ ഷോപ്പിംഗ്. അർഷാദ് ഖാൻ ആ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് അർഷാദ് ഖാൻ. അപ്പോൾ ഓവറോൾ നമ്മളെ ചെക്കിലെ ഒരു വർക്ക് വിസ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? നിങ്ങൾ എല്ലാവരും ഞാൻ ഓരോരുത്തരിലേക്ക് വരാം. അപ്പം ആദ്യം അപ്പോൾ അൺസ്കിൽഡ് വർക്ക് ആണെങ്കിൽ ഫസ്റ്റ് വരുമ്പോൾ ഒരു ചെക്ക് കറൻസി എടുത്ത് നോക്കുകയാണെങ്കിൽ 20,000 ചെക്ക് ക്രൗൺ എന്ന നിലയിലുള്ള സാലറിയിലായിരിക്കും തുടക്കക്കാർക്ക് ഉണ്ടാവുക. അപ്പം ഫസ്റ്റ് വന്ന ഉടനെ തന്നെ വലിയ ശമ്പളം കിട്ടുക എന്നുള്ള ലക്ഷങ്ങൾ സമ്പാദിക്കാൻ നാട്ടിലെ ഏജൻസികൾ പറയുന്ന ഒരു സംഭവം. യൂറോപ്പ് എന്നാൽ ഈ ആ പറഞ്ഞ രീതിയിലല്ല ഉള്ളത്. നമുക്ക് സമയം എടുക്കും നമ്മളൊരു കരിയർ നോക്കാൻ വേണ്ടി. ഞാനിപ്പോ 2018 വന്നത്. പിന്നെ ഞാൻ ഉദ്ദേശിച്ച ഒരു സാലറി കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയത് ഇപ്പൊ കഴിഞ്ഞ ഏകദേശം ഒരു 1-2 വർഷമായിട്ടാണ്. ഓക്കെ. ജെയിൻക IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇവിടേക്ക് ഉള്ളൊരു ചെക്കിൽ എത്തിയ ഒരു സംഭവം എങ്ങനെയാണ്? ഞാൻ ഫസ്റ്റ് പഠിക്കാൻ വന്നതാണ് ലാറ്റ്വിയയിലോട്ട്. ഓക്കെ, പിന്നെ ലാറ്റ്വിയയിൽ ഏത് കൊല്ലാ വരുന്നത്? ഞാൻ 2016. ഓക്കെ, ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് നേരെ പിന്നെ ചെക്കിലേക്ക് വരാം. ചെക്കിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ IT ഫീൽഡിലാണോ അല്ലെങ്കിൽ ഏത് ഇതിലാണ് സംഭവം? അല്ല, ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നത് ഒരു കസ്റ്റമർ സർവീസ് പൊസിഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോ നമ്മൾ മെയിൻ ആയിട്ട് ചെക്കിലോട്ട് വരുമ്പോൾ ഒരു ഇംഗ്ലീഷ് അറ്റ്ലീസ്റ്റ് ഒരു B1 ലെവൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാനോ എഴുതാനോ പറ്റണം. കാരണം ഇവിടുത്തെ ലാംഗ്വേജ് നമുക്ക് അറിയില്ലെങ്കിൽ മിനിമം ഇംഗ്ലീഷ് എങ്കിലും നമുക്ക് അറിയാം. ഓക്കെ. നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി. കാരണം വേറൊരു വർക്കിൽ വന്നിട്ട് IT കാര്യങ്ങൾ പഠിച്ച് IT ഫീൽഡിൽ വർക്ക് വാങ്ങി. അത് എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻസ് നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ട്. ഓക്കെ. പിന്നെ റാഷിക നിങ്ങളെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഞാനിവിടെ 2018 ഫെബ്രുവരിയിൽ ആ സമയത്താണ് എത്തുന്നത്. ഞാൻ വർക്കിന് വന്നത് ഏകദേശം അൺസ്കിൽഡ് ജോബിന് തന്നെ വന്നത്. പാക്കിംഗ് ആയിരുന്നു. ഈ വെറ്റ് വൈപ്സ് അതിന്റെ പാക്കിംഗ് ആയിരുന്നു. അപ്പോ അതൊരു അൺസ്കിൽഡ് ജോബാണ്. പിന്നെ അവിടെ ലാംഗ്വേജ് ഇല്ല, അതായത് ഇംഗ്ലീഷും ഇല്ല. എനിക്കറിയണത് കുറച്ച് ഇംഗ്ലീഷാണ്, അതും ഇല്ല. പിന്നെ ഇവിടുത്തെ ഭാഷയാണ് ഹാർഡാണ്. പക്ഷെ ഞാൻ വന്ന് പെട്ടത് അവരുടെ ഇടയിലാണ്. അവരുടെ ഭാഷയിൽ പറയാൻ എനിക്കൊന്നും അറിയില്ല. എന്നിട്ട് ഒരു 8 മാസം അവിടെ നിന്നിട്ട് ജോലി ചെയ്തു. ഇവിടുത്തെ KFCക്ക് ജോലി ചെയ്തു. ഞാൻ കുറച്ച് അധികം ജോലി ചെയ്തിട്ടുണ്ട്, 3-4 ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവിടെ എത്തിയിട്ട് 6 വർഷമായിട്ട് അതിനിടയിൽ തന്നെ കുറെ സംഭവങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ പ്രൊഡക്ഷൻ അങ്ങനത്തെ കമ്പനിയിലൊക്കെ എത്തിപ്പെട്ടുന്നുണ്ട്. എല്ലാരും ഇംഗ്ലീഷ് സംസാരിച്ചു വരണമെന്നൊന്നുമില്ല. അതും ഉണ്ട് ഇംഗ്ലീഷ്. പക്ഷെ ഇംഗ്ലീഷ് അറിയുന്ന എപ്പോഴും ഒരു പ്ലസ് പോയിന്റ് ആണ്. പക്ഷെ ഇംഗ്ലീഷ് സംസാരിച്ചു വരണില്ല. പക്ഷെ ഇവിടുത്തെ ഭാഷ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഏറ്റവും എന്തായി ഭയങ്കര പ്ലസ് പോയിന്റ് ആയി. പക്ഷെ അത് വന്ന ഉടനെ തന്നെ പഠിക്കാൻ ശ്രമിക്കാന്നാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. സംസാരിച്ച് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം. ഇപ്പൊ വർക്ക് ചെയ്യുന്ന അവിടെ ഇല്ല, ഇപ്പൊ അവിടെ ഞാനൊരു പാകിസ്ഥാനി ഒരു ആളുടെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഈ ഷോപ്പ് ഉണ്ട്, അതിന്റെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ കസ്റ്റമർ അപ്പൊ എന്തായാലും ഈ ഷോപ്പ് ആകുമ്പോ എന്തായാലും കസ്റ്റമർക്ക് കോളും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനത്തെ ഓരോ പരിപാടി ക്ലയൻസ് എന്ന് പറയുന്നത് ഒരു 90% ലോക്കൽസ് തന്നെ ആയിരിക്കും. മെയിൻ ആയിട്ട് നമുക്ക് എന്താ പണി ഉണ്ടാവും എനിക്ക് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ വരുന്ന എടുക്കുക, ഷോപ്പിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഓക്കെ. ഇനി നമുക്ക് അർഷാദ് ഖാന്റെ അർഷാദ് ഖാൻ അവിടെ ഒരു റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞു. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്യുന്നത്? ചാൾസ് യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ ചെക്കിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. അതിലൊരു റിസർച്ച് പ്രോഗ്രാം ആണ് അപ്പോൾ അർഷാദ് ഖാൻ ചെയ്യുന്നത്. ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നിങ്ങൾ സജസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള ഒരു സംഭവം? റിസർച്ച് അറിയുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാന് MSc കഴിഞ്ഞ് അവിടെ നാട്ടിൽ കുറച്ച് ടീച്ചിങ് അങ്ങനെയൊക്കെ ആയി നോക്കി. പിന്നെ ഇവിടെ ഒരു പ്രൊജക്ട് കിട്ടിയപ്പോ അങ്ങനെ വന്ന് ഇത്രയും പാഷന് അല്ല നമുക്ക് പഠിക്കാൻ പറ്റും, അല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കുന്നതിൽ കുഴപ്പമില്ല. അല്ല, ചെയ്യാൻ പറ്റുന്ന പ്രശ്നമല്ല, ചെയ്യാൻ നമുക്ക് പറ്റുമായിരിക്കും. പക്ഷെ അതല്ല, അതിന്റെ പ്രശ്നം എന്താ വെച്ചാല് നമ്മളെ എന്താ പറയാ, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അത്ര നമുക്ക് ഇഷ്ടമായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ
ഓക്കെ PhD ഫുള്ളാക്കാനുള്ള വലിയ പ്രശ്നമുള്ള കാര്യമല്ല, അതല്ല പ്രശ്നം. നമ്മളതിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെട്ട് വരികയാണെങ്കിൽ അതാണ് നല്ലത്. ഒരു നമുക്ക് നല്ലൊരു ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, പക്ഷെ അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് ഒന്നും കൂടി നല്ല കാര്യമുണ്ട്. പിന്നെ പേയ്മെന്റിന്റെ പ്രശ്നമുണ്ട്. കാരണം റിസർച്ച് ഇപ്പൊ ചെക്ക് റിപ്പബ്ലിക്കിൽ റിസർച്ച് ഇൻ ജനറൽ അത്ര പെയ്ഡ് ആണെന്ന് ഞാൻ പറയില്ല. അപ്പോ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, അത്ര ഇഷ്ടപ്പെട്ട് വരുന്നവർക്ക് പിന്നെ പൈസക്ക് വേണ്ടിയിട്ടല്ലല്ലോ വരുന്നത്. അതുപോലെ റിസർച്ച് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ളവർക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ മൊത്തത്തിലുള്ള നിങ്ങളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇവിടെ നമുക്കിപ്പം ചെക്കിൽ ഇപ്പം നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കാം. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ കുറച്ച് കാലം ഇവിടെ നിൽക്കുന്നത്, അപ്പോൾ നിങ്ങളൊരു എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നാട്ടിൽ നേരത്തെ സംസാരിച്ചില്ല, നമ്മൾ ഏജൻസികൾ ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് ഓരോരുത്തരും ഇങ്ങോട്ട് വരുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയും പൈസ കൊടുത്ത് വന്നിട്ട് ഓലും കുറേ എക്സ്പെക്ടേഷനിലേക്ക് ഇങ്ങോട്ട് വരും. അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് സെറ്റിലാവും, അല്ലെങ്കിൽ പെട്ടെന്നാവും. അതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു അഭിപ്രായം പറയാനുള്ളത്? ഈ എന്താണ് ഇവിടുത്തെ ഒരു റിയാലിറ്റി എന്താണെന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ അൺസ്കിൽഡ് ജോലിയിലേക്ക് വരുന്ന ആൾക്കാർ, ഇപ്പോൾ നാട്ടിലെ സാധാരണക്കാരായ ആൾക്കാരായിരിക്കും ഈ പറഞ്ഞ 5 ലക്ഷം 6 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ 2018 വരുമ്പോൾ എംബസി ഈ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പിന്നെ പേപ്പർ വർക്കൊക്കെ വളരെ ഈസി ആയിരുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല, ഫുള്ള് മാറിയിട്ടുണ്ട്. അതായത് ഒരു ഏജൻസിയുടെ കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല കമ്പനിയുടെ കോൺട്രാക്റ്റോ നിങ്ങൾക്ക് എംബസിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എംബസി അപ്പോയിന്റ്മെന്റ് കിട്ടില്ല എന്ന് തന്നെ പറയാം. കിട്ടണം എന്നില്ല എന്ന് പറയുന്നതിനേക്കാളും കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ടൈറ്റ് ആണ്. ആകെ കൂടി ഇപ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചെക്ക് ഗവൺമെന്റിന്റെ ഒരു ഗവൺമെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ട ഉണ്ട്. അതുവഴി ഈ ഡയറക്റ്റ് സ്കോഡ പോലെയുള്ള ഇവിടുത്തെ ഓട്ടോമൊബൈൽ കമ്പനികൾ, പ്രൊഡക്ഷൻ മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് ഇന്ത്യൻ എംബസി, ചെക്ക് എംബസി ഓഫ് ഇന്ത്യയിൽ വന്നിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സ്കീമുണ്ട്. അതിനാണെങ്കിലും 22 മാസം എടുക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ നിലവിൽ നമുക്ക് ഇവിടെ വരാനുള്ള ഒരു ഓപ്ഷൻ. നമ്മുടെ നാട്ടിലെ ധാരാളം ഏജൻസികൾ ഗൾഫ് കേന്ദ്രീകരിച്ചും നാട്ടിലെ ഏജൻസികളും വ്യക്തികളും ഈ പറഞ്ഞ കോൺട്രാക്ട് കാണിച്ചിട്ട് സാധാരണക്കാരെ, നമുക്ക് കോൺട്രാക്ട് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് വിസ കിട്ടി സ്ലോട്ട് കിട്ടി നമ്മൾ ചെക്കിൽ എത്തണം. കോൺട്രാക്ട് ഇവിടെയുള്ള ഒരാൾ വിചാരിച്ചു ഒരു കമ്പനി വർക്ക് ചെയ്യാൻ അത്യാവശ്യം കോൺട്രാക്ട്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു കോൺട്രാക്ട് ആർക്ക് വേണമെങ്കിലും ആക്കാൻ പറ്റും അല്ലേ? അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ ഈ ഡേറ്റ് കിട്ടി ഇപ്പൊ അങ്ങോട്ട് വരാന്നുള്ള ഒരു സംഭവമാണ്. ഒരു ഏജൻസിയോ ഒരു ഏതെങ്കിലും വ്യക്തിയോ ഡേറ്റ് ഉറപ്പ് തരുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് സ്കാം തന്നെയാണ്. അതായത് ഇപ്പൊ ഞാൻ ഇന്നോട് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കാൻ, അപ്പോൾ പറഞ്ഞ് ഒരു കൊല്ലം എടുക്കും ഡേറ്റ് കിട്ടാൻ, അല്ല 6 മാസം കഴിയും ഡേറ്റ് കിട്ടാൻ, അങ്ങനെയൊക്കെയാണ് ഒരു ഉറപ്പ് ആരും പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. കിട്ടാന്ന് പറയുന്നത് ഒരു ഉറപ്പുള്ള കാര്യമല്ല. അവർ പറയുന്നത് 22 മാസമാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ 1 വർഷം കൊണ്ട് 8 മാസം കൊണ്ടൊക്കെ കിട്ടുന്നുണ്ട്. അത് 1% മാത്രമേ ഉള്ളൂ, 1% മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ചാൻസസുകൾ. ഓക്കെ. അപ്പൊ അങ്ങനെ കുറെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാം. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കിപ്പോ പെട്ടെന്ന് ഒരാൾക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മളിവിടെ പറയുന്നത് ഇവിടുത്തെ റിയാലിറ്റിയാണ് നമ്മൾ പറയുന്നത്. അതെ, ചില ആൾക്കാർ ബ്ലൂ കാർഡിലൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അത് അത്രയും ക്വാളിഫൈഡ് ആൾക്കാരെ, പ്രൊഫഷണലി വരുന്ന ആൾക്കാർ, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവരെ എംപ്ലോയർ ഡയറക്റ്റ് A to Z കാര്യങ്ങൾ പേപ്പർ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് എംപ്ലോയർ ആയിരിക്കും. അപ്പൊ അവർക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റും. സാധാരണക്കാരായ ജനങ്ങൾക്ക് അൺസ്കിൽഡ് വർക്ക്, അതായത് പിക്കിങ്, പാക്കിങ്, മാനുഫാക്ചറിങ് ജോബ്, പിന്നെ ഈ KFC പോലെയുള്ള ഹോട്ടൽ ജോബുകൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെക്ക് എന്നുള്ള ഒരു രാജ്യത്തുള്ള ജീവിക്കുമ്പോൾ മൊത്തത്തിൽ നിങ്ങളൊരു എക്സ്പീരിയൻസ് എന്താണ്? ഓക്കെയാണ് കൺട്രി, ഇവിടുത്തെ ആൾക്കാർ, രാജ്യം ഓക്കെയാണ്, സുരക്ഷിതമായ രാജ്യമാണ്, ജീവിക്കാൻ ഈസിയാണ്. ഈ പ്രാഗ് എന്ന് പറഞ്ഞ സിറ്റി പറഞ്ഞ വേൾഡിൽ തന്നെ അത്യാവശ്യം നല്ലൊരു കാണാനുള്ളതാണ്, പീസാണ്, സേഫ് ആണ് അല്ലെ? ചില രാജ്യങ്ങളല്ലേ ചുറ്റുപാടുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് ജീവിത ചെലവ് ഇച്ചിരി കുറവ്, ലിവിങ് എക്സ്പെൻസ് ഇവിടെ കുറവാണ്. അതായത് തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ എടുത്ത് പറയാം, ജർമ്മനി ഉണ്ട്, ഓസ്ട്രിയ ഉണ്ട്, പോളണ്ട് ഉണ്ട്, സ്ലോവാക്കിയ. നേരത്തെ നമ്മളെ വീഡിയോ ഫുള്ളാക്കാൻ പറ്റില്ല, ഐഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി, ഓലെല്ലാവരും പോവുകയും ചെയ്ത്, പിന്നാണ് വീഡിയോയിൽ സേവ് ആയത്. അപ്പോൾ പക്ഷെ അതൊക്കെ നമ്മൾ എല്ലാവരും പോയി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മൾ പുതിയ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകൾ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ see you guys.